എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വത്സനെന്ന് പറയുമായിരിക്കും. അതിന് വേണ്ടി ഒരു ചരുവം, അതായത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 2 കപ്പ് വെള്ളം വെച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള മാവിട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും എത്രയെന്ന് അറിഞ്ഞൂടെ. എനിക്കൊരു 2-2.25 കപ്പ് മാവ് മതി. എൻ്റെ കൊച്ചുമോൻ ബഹളം വയ്ക്കണണ്ട. ഉരട്ടിക്ക് കിണ്ടുന്ന രീതിയിൽ നമുക്ക് കുഴച്ച് കൊടുക്കാം. ഉരട്ടിക്ക് തേങ്ങ ഇടും. ഇത് തേങ്ങ ഇടില്ല. ഒന്ന് കുഴച്ച് കൊടുക്കാം. കൈയെടുക്കാതെ തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വേവാതെ നോക്കണം. പാത്രം ചൂടാണ്, മാവ് ചൂടാണ്. അതുകൊണ്ട് കൈ വേകാതെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ നോക്കണം. മാവൊന്ന് റെഡിയായി വരുന്നത് വരെ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. മാവൊന്ന് റെഡിയായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ആ സമയത്തിന് മാവൊന്ന് മൂടി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് ആ സമയത്തിന് നമുക്ക് ശർക്കര ഒന്ന് ചെത്തിയെടുക്കാം. ഞാൻ ഇതിലാണ് ചെത്തുന്നത്. കത്തി വെച്ച് വേണമെങ്കിലും ചെത്താം. ശർക്കര ഒന്ന് ചെത്തി കൊടുക്കാം. തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചില്ല. ഇനി നമുക്ക് ഒരു ഇലയെടുത്ത്, അതായത് വട്ടയില എടുത്ത് കഴുകണം. നല്ല രീതിയിൽ കഴുകണം. പൊട്ടും പൊടിയും ചിലന്തി വലയൊക്കെ കാണും. ഇല്ലാത്തത് നോക്കി എടുത്ത് കഴുകി ഇല തോരുമ്പോൾ മാവ് ഇതേ രീതിയിൽ പരത്തി കൊടുക്കണം. ഇതേ രീതിയിൽ പരത്തണം. അടുത്ത് നമ്മൾ പച്ചവെള്ളം വെച്ചേക്കണം കൈ ഒന്ന് നനയ്ക്കാനായിട്ട്. ആവശ്യത്തിന് മാവെടുക്കാം. ചെറിയ ഇലയാണെങ്കിൽ എനിക്കിവിടെ ഇല ചെറുതുമായിരുന്നു, വലിയ ഇലയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയും ഏലക്ക പൊടിച്ചതും ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 2-2.5 സ്പൂൺ അതിൽ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് വെച്ചിട്ട് ഈ ഇലയൊന്ന് നമുക്ക് മടക്കി കൊടുക്കണം. ഇവിടെ ഇലയെല്ലാം തീർന്നു പോയി. ഇഷ്ടംപോലെ ഇല ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ആട്ടിന് വേണ്ടി ഓടിച്ചുകൊണ്ട് പോകും. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ശരിയാക്കി എടുക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഇലയില്ല. ഇനി നമുക്കൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച്, ഇഡ്ഡലി പാത്രം വേണമെങ്കിലും വെക്കാം. സ്റ്റീമർ അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ച് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇത് പറക്കി വെച്ച് കൊടുക്കണം. പറക്കി വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. പറക്കി വെച്ചതിന് ശേഷം മൂടി വയ്ക്കണം. ഇല പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ ഇല തീർന്നു പോയെന്ന്. ധാരാളം ഇല ഉണ്ടായിരുന്നു, ഇല തീർന്നു പോയി. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.